നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് ഉള്ള യാത്രയിലാണ്. സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ് യഥാർത്ഥ സാമ്രാജ്യം. അതിൽ നിന്നും നമ്മൾ വ്യതിചലിക്കുമ്പോൾ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവുന്നു, നമുക്ക് ഡിസ്ട്രെസ് ഉണ്ടാവുന്നു, ഹാർമോണി നഷ്ടപ്പെടുന്നു. സ്നേഹത്തിൻ്റെ സാമ്രാജ്യം എവിടെയാണ്? സ്നേഹത്തിൻ്റെ സാമ്രാജ്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ യഥാർത്ഥ നേച്ചറാണ്. അതുകൊണ്ടാണ് സഹജമാർഗം ഹൃദയത്തിൽ ധ്യാനിക്കാൻ പറയുന്നത്. ഹൃദയം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ യൂണിവേഴ്സിൻ്റെ ബേസ്, ഫൗണ്ടേഷൻ എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു ബിന്ദുവല്ല. പലപ്പോഴും വിചാരിക്കും ഒരു കേന്ദ്രം എന്ന് പറയുമ്പോൾ ഒരു ബിന്ദു, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബിന്ദു. നമ്മൾ ഒരു ഡയമെൻഷനിൽ നിന്നും ഹയർ ഡയമെൻഷനിലേക്ക് നോക്കുമ്പോൾ അത് ചെറുതായിട്ട് തോന്നും. ഇപ്പോൾ ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ഒരു പ്ലെയിൻ വളരെ ചെറുതായിട്ട് തോന്നും. മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ താഴെയുള്ളത് ചെറുതായിട്ട് തോന്നും. അത് നമ്മുടെ പെർസെപ്ഷൻ പ്രശ്നമാണ്, പെർസെപ്റ്റീവ് ബയാസ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മളെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ആ ശക്തിയുടെ കേന്ദ്രം ഒരു ചെറിയൊരു ബിന്ദുവായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. അങ്കുഷ്ടമാത്രം എന്നൊക്കെ ഉപനിഷത്തിൽ പറയുന്നു. അങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. ഹൃദയത്തിൽ അങ്കുഷ്ടമാത്രമായിട്ട് എങ്ങനെയാണ് ഇത്രയും ചെറിയൊരു സാധനം ബൃഹത്തായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ റെഗുലേറ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ പെർസെപ്ഷനാണ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് ചെറുതാണ്. ഒരു ഗുഹയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം ഒരു ബിന്ദു പോലെ കാണുന്നു. ഗുഹയുടെ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സൂര്യപ്രകാശം ആണ് യഥാർത്ഥത്തിലുള്ളത്. ഗുഹ വളരെ ചെറുതാണ്. അപ്പോൾ നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമ്മൾ കൂടുതൽ ഈ സ്നേഹത്തിൻ്റെ പാതയിലേക്ക് കണക്റ്റഡ് ആവേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ആ രീതിയിലായിരിക്കണം. നമ്മൾ പറയും മനസ്സാക്ഷിയെ എപ്പോഴും മാനിക്കണം. മനസ്സാക്ഷിയുടെ കോടതി എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ബാബുജി മഹാരാജ് പറയുന്നുണ്ട് മനസ്സാക്ഷി, കോൺഷ്യൻസ്. തീർച്ചയായിട്ടും കോൺഷ്യൻസിനെ തന്നെയാണ് റിലൈ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കോൺഷ്യൻസ്, മനസ്സാക്ഷി കളേർഡാണ്. ഈഗോ കാരണം, ആഗ്രഹങ്ങൾ കാരണം, നമ്മളുടെ പാസ്റ്റിലേക്കുള്ള അറ്റാച്ച്മെൻറ്റ് കാരണം നമ്മൾ കളേർഡാണ്.
നമ്മൾ മനസ്സാക്ഷി എന്ന് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ ഈഗോ തരുന്ന ഉത്തരങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. നമ്മൾ വായിച്ച കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, പാസ്റ്റ്, ഇതൊക്കെ നമ്മളെ പുറകിലേക്കാണ് വലിക്കുന്നത്. മനസ്സാക്ഷിയുടെ യഥാർത്ഥത്തിൽ ഉറവിടം പ്രസൻറ്റാണ്. മനസ്സിൻ്റെ സാക്ഷി പ്രസൻറ്റാണ്. ആ പ്രസൻറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായിട്ടുള്ള സാധന ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ മെഡിറ്റേഷൻ റൂം ലാബറട്ടറിയാണ്. അവിടെ നമ്മുടെ ഈ പാസ്റ്റിലേക്കുള്ള കണ്ടീഷനിങ് നമ്മൾ ക്ലീനിങ്ങിലൂടെ മാറ്റുന്നു. അവിടെ ഒരു ഡിസ്ട്രക്ഷനല്ല, അവിടെ ഒരു കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരു പ്യൂരിഫിക്കേഷൻ. നമ്മൾ പാസ്റ്റിൽ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ, ശ്രദ്ധ കൊടുക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉപബോധ മനസ്സിൽ നമ്മളെ താഴ്ത്തുന്ന കാര്യങ്ങളായിട്ട് കിടക്കുകയാണ്. നമുക്ക് അവയെല്ലാം ഇനി അൺവൈൻഡ് ചെയ്തിട്ട് ശരിയായിട്ട് ജ്ഞാനമാക്കി മാറ്റണം. സൈക്കാട്രിയിൽ റിഗ്രഷൻ അനാലിസിസ് എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ കാരണം ഭൂതകാലത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഹിപ്നോട്ടൈസ് ചെയ്ത് ഭൂതകാലത്തേക്ക് പോയിട്ട് ആ ഒരു അനുഭവത്തെ പൂർണ്ണമായിട്ട് അനുഭവിച്ചിട്ട് തിരിച്ചു വരിക. അപ്പോൾ അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കാതെ വരുന്നു. മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫ്സ് എന്നൊരു പുസ്തകം വായിച്ചാൽ കുറച്ചും കൂടി ഡെപ്തിൽ മനസ്സിലാവും. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ ഈ കണ്ടീഷനിങ് എടുത്ത് കളഞ്ഞിട്ട് ശരിയായിട്ടുള്ള ആ പാതയിൽ കണക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ ജീവിതം ഡയറക്ഷൻ പോകുന്നു, ശരിയായ ഡയറക്ഷനിൽ പോകുന്നു. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഒട്ടകത്തിന് സൂചിയുടെ മുനയിലൂടെ കടന്നു പോയാലും ഒരു സമ്പന്നന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. സമ്പന്നൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭൗതികമായിട്ടുള്ള സ്വത്തിനോടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള വ്യക്തികൾ എന്നാണ് പറയുന്നത്. കുറേ സാധനങ്ങൾ കൂടെ കൊണ്ടുപോകാൻ നോക്കുകയാണ്. അവിടേക്ക് ഞാൻ എന്നുള്ള ഈ ഏകത്വം, അതിന് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കൂ. കംപ്ലീറ്റ് പ്രൂൺ ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ഒരു മിതത്വം വേണം, മോഡറേഷൻ വേണം എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് എല്ലാം പറയുന്നു. അപ്പം ആ മോഡറേഷൻ്റെ ഫൈനൽ ലെവലാണ് ഇവിടെ ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. ക്ഷുരസ്യധാര എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നു. ഒരു വാളിൻ്റെ മുന അതുപോലെയാണ് യാത്ര. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് പാസ്റ്റിലുള്ള കണ്ടീഷനിങ്ങിൽ കുറച്ചിട്ട് ശരിയായിട്ടുള്ള ഫ്ലോയിൽ, സെൻട്രൽ ഫ്ലോയിലേക്ക് പോകുന്നു. അതാണ് ഹൃദയത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിതം എന്നത്. ഹാർട്ട്ഫുൾനെസ്. സംശയമുണ്ടെങ്കിൽ ഹൃദയത്തിൽ ശ്രദ്ധ തിരിക്കൂ എന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. ഹൃദയവും ഇൻ്റലക്റ്റും രണ്ട് ഭാഗങ്ങൾ. അപ്പോൾ ബുദ്ധിയെ ആശ്രയിക്കണ്ടേ? ബുദ്ധി എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കടലിലെ അലകൾ പോലെ, മുകളിലെ വേവ്സ് പോലെ, കടലിൽ നിന്നും സെപ്പറേറ്റ് അല്ല വേവ്സ്. ഒരു വേവ് പൊന്തുന്നു, താഴുന്നു, കടൽ അനങ്ങാതിരിക്കുന്നു. ഒരു സിമിലിയാണ്. അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കടൽ, ഹൃദയം, അതാണ് നോളജിൻ്റെ ബേസ്, യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ബേസ്. ആ ജ്ഞാനത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ് മറ്റുള്ളതെല്ലാം. ഒരു വിത്തിൽ നിന്നും മരം മുളയ്ക്കുന്നത് പോലെ എന്നുള്ള ഉദാഹരണം പറഞ്ഞു. മരത്തിൻ്റെ ഇലകളും തളിരുകളും വേരുകൾ, കൊമ്പും വേരും എല്ലാം അതിനാണ് ഉണ്ടാവുന്നത്. അതെല്ലാം ആവശ്യത്തിനുള്ള കർമ്മങ്ങൾ നിർവഹിക്കാനുള്ളതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മനസ്സുണ്ട്, ഇൻ്റലക്റ്റ് ഉണ്ട്, അത് പ്രവർത്തിക്കാനുള്ളൊരു ശരീരമുണ്ട്, ശരീരത്തിൽ കോശങ്ങളുണ്ട്, അവയ്ക്കെല്ലാം അവരുടേതായിട്ടുള്ള ബുദ്ധിയുണ്ട്. അതൊക്കെ ഒരു വേവ്സ് മാറിയാണ്. അത് ഉണ്ടാവുന്നു ഇല്ലാണ്ടാവുന്നു. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഹൃദയമുണ്ട്. എല്ലാ വിദ്യയുടെയും നോളജിൻ്റെയും എസെൻസ് ആയിട്ടുള്ള ആ ഒരു സെൻറ്റർ, അവിടേക്കാണ് നമ്മൾ കണക്റ്റഡ് ആവേണ്ടത്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ ആൻസർ ആവില്ല ലഭിക്കുന്നത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് ഭഗവാൻ പറയുന്നത്. എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് എന്നിൽ ശരണം പ്രാപിക്കും. അതിനു മുമ്പേ ഭഗവാൻ തന്നെ പറയുന്നു, ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മൻ സ്വനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. സ്വധർമ്മം അനുഷ്ഠിക്കണം എന്നും പറയുന്നത്. രണ്ട് സ്റ്റെപ്സാണ്. സ്വധർമ്മം എന്ന് പറയുമ്പോൾ ട്രൂത്ത്ഫുള്ളായിട്ട് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള അറിവിൽ ട്രൂത്ത്ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കുക. റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആൾക്കാർ, ഡ്യൂട്ടീസ് നിർവഹിക്കാത്ത ആൾക്കാർ, പ്രസൻറ്റ് അല്ലാത്ത ആൾക്കാർ, അവൈലബിൾ അല്ലാത്ത ആൾക്കാർ, അവർക്ക് സ്പിരിച്വൽ യാത്ര ബ്ലോക്കാണ്. എപ്പോഴും അവൈലബിൾ ആവാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ ഏറ്റവും അധികം ആവശ്യം ഉള്ള സമയത്ത് നമ്മൾ അവിടെ പ്രസൻ്റ് ആവണം.
അവിടെയാണ് നമ്മുടെ ഏറ്റവും യൂട്ടിലൈസേഷൻ. നമ്മളെ ഓടി നടന്ന് അന്വേഷിക്കേണ്ടി വരരുത്. പ്രസൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും ശരീരവും പ്രസൻ്റ് ആവണം. ഒരു രോഗി ഡോക്ടറുടെ മുമ്പിലെത്തുമ്പോൾ പൂർണ്ണമായിട്ട് പ്രസൻ്റ് ആവണം. എന്താണ് അവിടെ ചെയ്യേണ്ടത്? അത് അൺകണ്ടീഷൻഡായിട്ട് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കണം. അല്ലാതെ പേഷ്യൻ്റ് കൊണ്ടുവരുന്ന പൈസയോ പേഷ്യൻ്റെ സോഷ്യൽ പൊസിഷനോ ഇതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത് രോഗനിർണയം, വേണ്ട ചികിത്സ, ആ വ്യക്തിയെ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ അവിടെ സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനം. ഒരു ഉദാഹരണമാണ്. അപ്പോൾ സ്നേഹം എവിടെയുണ്ടോ അവിടെ ആക്ഷൻസൊക്കെ കറക്റ്റ് ആവുന്നു, പെർഫെക്റ്റ് ആവുന്നു, വേണ്ടത് മാത്രം ചെയ്യുന്നു. സ്നേഹം എല്ലാ വാതിലുകളും തുറക്കുന്നു. അപ്പം ഇത് നമുക്കൊരു സൂചനയാവട്ടെ. എപ്പോഴും സ്നേഹത്തിൽ കണക്റ്റഡ് ആവുക, ഹ്യൂമെയിൻനെസ്, അതിനുശേഷം ഡിവൈൻ ലവ്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.